ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യം നൽകിയതും പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ധ്യാനിപ്പാൻ എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത് വചനം ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത് വചനം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അവനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സഹായിച്ചല്ലോ. യേശു കർത്താവ് തന്റെ ഐഹിക കാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിച്ചെങ്കിൽ ഈ പകൽക്കാലം ഭയത്തോടും വിറയലോടും ദൈവസന്നിധിയിലായിരിക്കാൻ, സകലതും മറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഹൃദയങ്ങളെ ഇരുളാക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നു. ഈ ദേശത്ത് ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. ദൈവ വചനത്തിന്റെ വെളിച്ചം ഈ ദേശത്ത് ശോഭിക്കട്ടെ. കർത്താവേ, ആ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടുവാൻ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യ പ്രവൃത്തികളാൽ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു പകൽക്കാലമാക്കി അങ്ങ് മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാരണം ഉയർന്ന ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എബ്രായ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നത് യേശു പൂർണ്ണ ദൈവമായി പൂർണ്ണ മനുഷ്യനായി. ഫിലിപ്പിയ ലേഖനം കർത്താവ് പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവമഹത്വം മാറ്റിവെച്ച വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായി പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കപ്പെട്ട യേശു കർത്താവ് തന്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടെ അതേ കണ്ണുനീരോടും പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്റെ ഭയഭക്തി നിമിത്തം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമോ? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ തക്കവണ്ണമുള്ള ദൈവഭയവും ദൈവഭക്തിയും എന്റെ മേലുണ്ടോ?
എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല? നാം നമ്മോട് തന്നെ ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കണം. നമ്മുടെ ദൈവത്തെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് വാക്കുകൊണ്ട് സകലത്തെ സൃഷ്ടിച്ചവനാണ്. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ആകാശത്തിൽ അതെ തുലാങ്ങളെ നിരത്തുവാൻ ഒരു വസ്ത്രം പോലെ ആകാശത്തെ ചുരുട്ടുവാനും വിരിക്കുവാനും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് പറയുന്നു, ദൈവമേ നിന്റെ സന്നിധിയിൽ ഞാനൊരു കൃപയത്രേ എന്ന് നിൽക്കുവാൻ അവയെ മനുഷ്യനെന്ന് പറയുവാൻ യോഗ്യതയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും പ്രാഗൽഭ്യത്തോടെ പറയുവാൻ യോഗ്യതയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകർത്താൻ എത്രമാത്രമാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നത്. ദൈവഭയം സർവജയം. ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തെ ഭയപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ വായിച്ചതുപോലെ രക്ഷയുടെ സന്തോഷം നമ്മുടെ മേൽ ചുറ്റുവാൻ തക്കവണ്ണം, രക്ഷയുടെ സന്തോഷം, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സന്തോഷിക്കുവാനുള്ള അവസരമുണ്ട്. നമ്മുടെ സകല മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അവസാനമുണ്ട്. ജനിച്ച സകല മനുഷ്യരും ഭൂമിയിൽ ഒരു ദിവസം മരിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ മരണ ദിവസത്തോട് നമ്മൾ അടുക്കുമ്പോൾ, ഓരോ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോഴും ഒരു ദൈവബന്ധം ചിന്തിക്കേണ്ടത് ഞാൻ എന്റെ യേശുവിന്റെ അടുക്കലേക്ക് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുകയാണെന്ന്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. കഴിഞ്ഞ ദിവസം അതേ ദിവസം ചേർക്കപ്പെട്ട സഹോദരിയെ കുറിച്ച് തൊട്ടടുത്ത് താമസിച്ച ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യം, അത് എല്ലാ ദിവസവും രാവിലെ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, ഒരു ഉറക്കം ഉറങ്ങി എഴിച്ച് നോക്കുമ്പോഴും രാത്രിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മൾ സുഖമായി ഉറങ്ങുമ്പോഴും ആ മാതാവിന്റെ പ്രത്യാശ, അതിൽ രാവിലെ അവർക്ക് ശാരീരികമായ ബലഹീനത ഉണ്ടായി. അവിടെ മക്കൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഉച്ച കഴിയുമ്പോൾ വൈകിട്ട് 4:30 മണിയോടെ അടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഞാൻ ആ സമയം തിരുവനന്തപുരം സിറ്റിക്കകത്തുണ്ടായിരുന്നു. ഞാൻ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നുപോയി. അവരെ കാണുമ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അത് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞു ആ ഓക്സിജൻ മാറ്റിയിട്ട് ആവി പിടിപ്പിക്കാനായിട്ട്. ആവി കൊടുത്തു ഒരു 10 മിനിറ്റ്. ആ ആവി മാറ്റിയവിടെ പിന്നെയും ഓക്സിജൻ കൊടുത്തു. ഓക്സിജന്റേതായ മാസ്ക് അത് മൂക്കിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അതേ ആശുപത്രിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പേ അവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഇത്ര നല്ലൊരു മരണം ആർക്കും കിട്ടും? അവർ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അവിടെ വെയിറ്റ് ചെയ്തത്. ഞാനും രാവിലെ അല്പം ബലഹീനതയുള്ളത് കൊണ്ട് ഇന്നലെ പോകാമെന്ന് കരുതി ഞാൻ ഒരിക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു നടന്നതാ. പക്ഷേ പിന്നെയും വിചാരിച്ചു ഇന്നലെ എനിക്ക് പോകാൻ കഴിയാത്ത വേറെ ചില കാര്യങ്ങൾ. രാവിലെ മുതൽ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് ബൈക്ക് റാലിയും അതിന് ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്നലെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പിന്നെയും പോയതാണ്. പക്ഷെ ആ മാതാവിന്റെ പ്രത്യാശ പ്രാർത്ഥനയോടെ അവിടെ കണ്ണുകൾ അടയ്ക്കുവാൻ ദൈവം കൃപ നൽകി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നന്നായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചോ? പക്ഷെ പലർക്കും ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയപ്പോൾ ആ മാതാവിന് ലോകപ്രകാരം ഒരു പ്രാഗൽഭ്യവും പറയാനില്ലെങ്കിലും, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും, നമ്മളെ പോലെ പ്രാഗൽഭ്യമായി പ്രാർത്ഥിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവിടെ അവസാനം വരെ ദൈവം അവരെ സൂക്ഷിച്ചു. ഈ സന്തോഷം തോന്നിയ ഒരു അനുഭവം, അവിടെ 2 ആൺമക്കളും ആണ് അവർക്കുള്ളത്. ആ 2 ആൺമക്കളും ഇടത്തും വലത്തും മരിക്കുന്ന സമയം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അനേക പേര് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ഉണ്ടാക്കുമ്പോൾ, പല ഭവനങ്ങളിലും അത് ഭക്ഷിപ്പാൻ ആഹാരം പോലും കിട്ടാതെ പല മാതാപിതാക്കൾ ഭാരപ്പെടുമ്പോൾ,
ദൈവം അവർക്ക് നൽകിയ ഒരു നല്ല അന്ത്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള ഭയം എത്രമാത്രമാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയുന്നത്. നമുക്ക് പിശാചിനെ കണ്ട പേടിയാണ്, പ്രതിസന്ധി കണ്ട പേടിയാണ്, വെള്ളം കണ്ടാൽ പേടിയാണ്, കൊടുങ്കാറ്റ് കണ്ടാൽ പേടിയാണ്, തീ കണ്ടാൽ പേടിയാണ്. പക്ഷെ ദൈവത്തെ കുറിച്ച് എത്രമാത്രമാണ് ഭയമുള്ളത്? കർത്താവ് പറയുന്നു, കർത്താവിന്റെ ഭയഭക്തി നിമിത്തം ഉത്തരമരുളി. ഇന്ന് പകൽക്കാലം എന്റെ പ്രാർത്ഥന ഭയഭക്തിയോടെയാണെങ്കിൽ, ഭയത്തോടും വിറയലോടും ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ നിശ്ചയമായും മറുപടി വരും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പലതും അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ ഭയമില്ല. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ദിവസം, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്ന ദിവസം, നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയാൽ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ ദൈവം മുഖം മറച്ചു കളയും. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. എത്രമാത്രം ആർത്തിയോടെ നമ്മൾ ദൈവസന്നിധി നിലവിളിക്കുന്നു. 22-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത് വാക്യം. അവർ ദൈവത്തോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോയതുമില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ നാം ലജ്ജിക്കപ്പെടുന്ന അനുഭവം വരുന്നുവോ? 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവിങ്കലേക്ക് നോക്കണം. കർത്താവിങ്കലേക്ക് നോക്കിയവൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. ശാരീരികമായി ഒരുപക്ഷെ ബലഹീനതകൾ ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. എങ്കിലും അതിനെ അതിജീവിക്കാൻ അകത്തുനിന്നൊരു ദാഹമുണ്ടെങ്കിൽ, ആ ദൈവത്തെ കുറിച്ച് ഒരു ആർത്തി, ഒരു ഭയം ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിശ്ചയമായും ആരെല്ലാം തടുത്താലും ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. കർത്താവിന്റെ സന്നിധിയിൽ അടുക്കുന്നോറും പ്രതിസന്ധികൾ നമ്മെ വിട്ട് അകലുവാനിടയായി. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു. ആ യേശുവിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ, ആ യേശുവുമായിട്ട് അടുക്കുമ്പോൾ, വെളിച്ചത്തോട് അടുക്കുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വീട്ടിൽ എന്റെ സാക്ഷ്യം അല്പമായി ഓർപ്പിച്ചു. ഹരേ രാമ ഹരേ കൃഷ്ണ പാടിയ അപ്പന്റെ മകനായ എന്നെ കൊണ്ട് ആ ഭാഗത്ത് ഒരു അടക്ക ശുശ്രൂഷ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. പലർക്കും അതിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അവരെല്ലാവർക്കും അറിയാവുന്നവരാണ്. ആ വഴിയിൽ കൂടെ ആ സഹോദരന്റെ ഇന്നലെ മരിച്ച സഹോദരൻ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പകൽക്കാലം പോലും ആളുകൾ നടക്കുവാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അത് ഇപ്പോൾ അതിന് ചുറ്റും വീടുകൾ കൊണ്ട് നിറയപ്പെട്ടു. എന്താ? ദൈവത്തെ ഭയമുള്ളവർ വന്നപ്പോൾ അത് ലോകത്തിന്റെ ഭയം മാറിപ്പോയി. അപ്പൊ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സകലത്തിനും എന്റെ ദൈവം മതിയായവനാണ്. കുടുംബ ആരാധനയ്ക്ക് വരുന്ന ഒരു കുടുംബത്തിലെ സഹോദരൻ ദിവസം എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇപ്പൊ താമസിക്കുന്ന സ്ഥലം വീട് വെക്കാൻ യോഗ്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സത്യത്തിനും ആത്മാവിനും ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഏത് ചുടുകാട്ടിലും വീട് വെക്കാം, കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അല്ലായെങ്കിൽ അവിടെ വിട്ട് മറ്റെവിടെയെങ്കിലും മാറുന്നതാണ് നല്ലത്. ഇത് മനോഹരമായ ഒരു ഭവനം അവിടെ പണിതോ, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിനോടൊപ്പം കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മോടൊപ്പം ഉള്ളതാണ് ഏറ്റവും വലിയ ബലം. ലോകത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും, ഈ ലോകത്തിൽ അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലോ ചാച്ചക്കാരില്ലെങ്കിലോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബലം. യേശു കർത്താവ് ആ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ യേശു പൂർണ്ണ ദൈവമായി പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിന്റെ ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെങ്കിൽ
എന്റെ ഭയഭക്തിക്ക് അനുസരിച്ചാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. എന്താണ് കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ തടസ്സമെന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം. അത് പാസ്റ്ററോട് ചോദിച്ചിട്ട് കാര്യമില്ല, അയൽവക്കത്തിരിക്കുന്ന വ്യക്തിയോട് കൂടി ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്നോട് ചോദിക്കണം, എന്തുകൊണ്ട് കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നില്ല? കർത്താവ് ചോദിച്ചാൽ തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്റെ കർത്താവ്, വാക്കുമാറുന്നവനല്ല. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്റെ പ്രാർത്ഥന അനേകർക്ക് മറുപടി ലഭിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? നമുക്ക് ദൈവത്തെ ഭയമുണ്ടാകണം. ദൈവ ഭയത്തോട് ദൈവഭക്തിയോട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് കർത്താവിനെ അകന്നിരിപ്പാൻ കഴിയുകയില്ല. 94-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പൊ യേശുവിനോട് നമുക്ക് എത്രമാത്രം പറ്റിച്ചേരുവാൻ കഴിയും? നമ്മുടെ ദൈവം ആരെയും ഭയപ്പെടുത്തുന്ന ദൈവമല്ല. രാവിലെ ഒരു സഹോദരി വന്നു പറഞ്ഞു, ഇവിടെയൊക്കെ സെന്റിന് 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറയുന്നു. അപ്പോ ജംഗ്ഷനിൽ പോലും അത്രയും വിലയില്ല. ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഇതുവഴി മനുഷ്യൻ പകല് നടക്കാൻ ഭയപ്പെട്ടിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയം ഉയർന്നപ്പോൾ, ഇവിടെ 24 മണിക്കൂറും പ്രാർത്ഥന ഉയർന്നപ്പോൾ ഈ സ്ഥല ചുറ്റുപാടുകള്, ഈ ദേശ ജംഗ്ഷനേക്കാൾ മഹത്വം വെളിപ്പെട്ടു. എവിടെ മഹത്വം വെളിപ്പെടുത്തുവോ അവിടെ കർത്താവിന്റെ കൃപ വ്യാപ്തിക്കോ. എന്റെ ഭവനത്തിനകത്ത് മഹത്വം വെളിപ്പെടണം. ഇവിടെ ഇറങ്ങി വരുന്ന ദൈവ മഹത്വം എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടണം, എന്നിൽ വെളിപ്പെടണം, എന്റെ തലമുറകളിൽ വെളിപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. ലോകത്തില് അത് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ കർത്താവ് നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് ആ കർത്താവ് ഏതെല്ലാം ഭവനത്തിനകത്ത് ഇറങ്ങി വരുന്നു ആ ഭവനത്തിനകത്ത് സ്ഥിതിക്ക് മാറ്റം വരുവാൻ ഇടയായിത്തീരും. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ യേശു ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. യോഹന്നാൻ സാക്ഷിച്ചിരിക്കുന്നതോ ഏത് മനുഷ്യനെയും പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് യേശു. യേശു എന്റെ ഭവനത്തിൽ വന്നാൽ എന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറും. യേശു എന്റെ ജീവിതത്തിൽ വന്നാൽ എന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. ഇന്നലകൾ നീ ആയിരുന്ന സ്ഥിതിയിലല്ല ഇത് നീ അറിയപ്പെടുന്നത് ക്രിസ്തു ഉള്ളവൻ. അതുകൊണ്ട് 2 Corinthians 5:14 പറയുന്ന, ഒരു ക്രിസ്തുവിനായ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് മുഴുവനും കഴിഞ്ഞുപോയി. ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ അവനൊരു പുതിയ ബയോഡാറ്റ തുറക്കപ്പെടുകയാണ്. പഴയതിനെ കീറിക്കളഞ്ഞിട്ട് യേശു കർത്താവ് കാൽവരിയിൽ തന്റെ പ്രാണനെ വിടുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ആ ദൈവാലയത്തിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി വെച്ചിരുന്ന ആലയത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഇന്ന് പകൽക്കാല ഏക മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. ആ യേശുവിന്റെ അടുക്കലേക്ക് നമ്മെ എത്തിക്കുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന സകല മാനുഷികമായ പൈശാചികമായ ബന്ധങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ചതിന്റെ മേൽ ജയമെടുക്കുന്നു. ആ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? ദൈവത്തിന്റെ മഹത്വം ചില കുടുംബങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട ചില ജീവിതങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ്. നന്മയെ തടഞ്ഞു വച്ചിരിക്കുന്ന സകല ഇരുളിന്റെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ദൈവ മഹത്വം ചലിക്കുകയാണ്. ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുകയാ ഈ പകൽക്കാലം. ഓ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുള്ളവരായി നീ ജീവിച്ചാൽ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. കർത്താവിനോട് നിലവിളിച്ചവർ രക്ഷ പ്രാപിച്ചു.
ദൈവത്തിൽ ആശ്രയിച്ചവർ ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിച്ചില്ല. നമ്മുടെ ആശ്രയം പാസ്റ്റർമാരിലാണോ? ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പോലും പറയാറുണ്ട്, പപ്പയിൽ നിങ്ങൾ ആശ്രയിക്കരുത്, ദൈവത്തിൽ വേണം ആശ്രയിക്കാൻ. ദൈവത്തിന് മാത്രമല്ലാതെ നമ്മെ സഹായിപ്പാൻ കഴിയില്ല. ഒരു മനുഷ്യനും നമ്മെ സഹായിപ്പാൻ കഴിയില്ല. സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തോട് നിലവിളിപ്പാൻ. ജീവിത സാഹചര്യങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തിന് ഇരിക്കുന്നത് നമ്മൾ കുശുമ്പ് കാണിക്കരുത്. അച്ഛമലയാളം അതാണ്. അതിനൊരു ആർത്തി ഉണ്ടാകണം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 36-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 36-ാമത് വാക്യം. നിനക്ക് എല്ലാം കഴിയും, അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണത്. പിതാവേ, നിനക്ക് എല്ലാം കഴിയും. നമുക്ക് ആ വിശ്വാസമുണ്ടോ? ദൈവത്തിന് സകലതും കഴിയുമെന്നൊരു വിശ്വാസം. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുമെന്നൊരു വിശ്വാസം. എന്റെ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമെന്ന് ഒരു വിശ്വാസം. ആദ്യ സാക്ഷി പറഞ്ഞപ്പോ ഞാനൊരു അനുഭവം ഓർത്തു. അരുവിപ്പുറത്തുള്ള ജയപാസ്റ്ററുടെ മകൾക്ക് രണ്ടാമത്തെ കുഞ്ഞു ജനിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിനകത്ത് ജനിച്ചിരിക്കുന്ന കുഞ്ഞിന് മൂക്കില്ല, അതിന് അവയവങ്ങൾ പലതുമില്ല, അതുകൊണ്ട് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. വലിയ തലയാണ്, ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞാണ്. 7-ാം മാസത്തിൽ സ്കാനിങ് ചെയ്യുമ്പോഴും ആ മകളെ നിർബന്ധിച്ചു ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി കളയും. അത് കഴിഞ്ഞിട്ട് അതറിയാവുന്ന സിസ്റ്റർമാരെല്ലാം ഈ കുട്ടിയെ, ഈ മകളെ കാണുമ്പോൾ പരിഹാസത്തോടെ ചിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ബുദ്ധിമാന്ദ്യമുള്ള, വലിയ തലയുള്ള, അവയവങ്ങളില്ലാത്ത ഒരു കുട്ടിയെ ചുമന്നോട് നടക്കേണ്ടി വരുമെന്നുള്ള പരിഹാസത്തിൽ. പക്ഷെ ആ മകൾ വിശ്വസിച്ചു, എനിക്കൊരു കുഞ്ഞിനെ ദൈവത്തിന് തരാൻ കഴിയുമെങ്കിൽ പൂർണ്ണാരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം തരും. അവരെ നോക്കി പരിഹസിച്ച സിസ്റ്റർമാരുടെ കയ്യിൽ, അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ കയ്യിൽ ഊനമില്ലാത്ത ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തെങ്കിൽ ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് യേശു കർത്താവിന്റെ വിശ്വാസം. പിതാവേ, നിനക്കെല്ലാം കഴിയും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന് എന്റെ സകല കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുവോ? പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കാത്തത് കൊണ്ടാണ്, ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാണ്, ആ ദൈവത്തെ പൂർണ്ണമായി ഭയപ്പെടാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും പാളിപ്പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പലതും എത്തിച്ചേരുവാൻ കഴിയാതിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41-ാമത് വാക്യം വായിക്കുമ്പോൾ, അവനെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കേണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. പക്ഷേ കർത്താവിന്റെ വാക്കുകൾ, ഓരോ അക്ഷരങ്ങളും നമ്മൾ വ്യക്തമായി പഠിച്ചാൽ നിനക്ക് സകലതും കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന്
ഞാൻ ഇച്ഛിക്കും പോലെ വേണ്ട, പിന്നെയോ നിന്റെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ദൈവകരങ്ങൾ സമർപ്പിച്ച ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയും ശോധനയും ഞെരുക്കവും വേദനയും എന്റെ ദൈവം അറിഞ്ഞിട്ടാണെന്നൊരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് വന്നാൽ നമ്മൾ നേടി. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പതറിപ്പോകുന്നത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം ഒരു വാഗ്ദത്വം പറഞ്ഞാൽ അതിനാവശ്യമുള്ളതെല്ലാം തരാൻ ദൈവം വിശ്വസ്തൻ. അബ്രഹാമിന്റെ വീട്ടിൽ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ഒരു പ്രശ്നം വന്നു. ഹാഗറും സാറായുമായിട്ട് ചെറിയൊരു ഉരസൽ വന്നു. ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, അബ്രഹാം, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, ദാസിയെയും മകനെ നീ പുറത്താക്ക്. ഒരു തുരുത്തി വെള്ളവും എടുത്ത് ചില അപ്പകഷ്ണങ്ങളും കൊടുത്ത് ഹാഗറിനെയും തന്റെ മകൻ ഇസ്മായിലിനെയും അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയം മുതൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ ഹാഗറിനോടൊന്നും അയച്ചു. ഹാഗർ ചെന്നിരുന്നത് ഉറവിന്റെ അരിയിലാണ്. അവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, ഹാഗർ നിലവിളിച്ചു, കുഞ്ഞ് നിലവിളിച്ചു. പൈതലിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ഹാഗറിന്റെ കണ്ണ് തുറന്നു. കർത്താവിന്റെ ദൂതൻ പറയുന്നു, എഴുന്നേൽക്ക്, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉറവയെന്ന് കോരി നീയും കുടിച്ച് നിന്റെ കുഞ്ഞിനും കൊടുക്കുക. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഹാഗർ ഇറങ്ങി തിരിക്കുമ്പോൾ കൂടെ അബ്രഹാം ഇല്ലെങ്കിലും, കൈപിടിച്ച് നടത്താൻ ആളില്ലെങ്കിലും കർത്താവിന്റെ ദൂതൻ കൂടെ ഉണ്ടായിരുന്നു. ഈ ഹാഗർ പ്രഗ്നന്റ് ആയ സമയത്ത് ഒരിക്കലും ഇതുപോലെ ഇറങ്ങിപ്പോയി. അപ്പോഴും കർത്താവിന്റെ ദൂതൻ മരുഭൂമിയിൽ വെച്ച് ചോദിക്കുന്നു, അബ്രഹാമിന്റെ ദാസിയായ ഹാഗറേ, സാറായുടെ ദാസിയായ ഹാഗറേ, നീ എവിടെ പോകുന്നു? നീ ദാസിയാണെന്നുള്ള കാര്യം മറന്ന് നീ യജമാനത്തിയാകാൻ പോകുന്നു. ചിന്തിച്ചതല്ലേ പ്രശ്നം? നീ ദാസിയാണെന്നുള്ള ഓർമ്മ വേണം. നിനക്ക് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചാലും, അബ്രഹാമിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചാലും, നീ ദാസിയാണെന്നുള്ള ഓർമ്മ വേണം. നീ ദാസിയാണെന്നുള്ള ചിന്ത വിട്ട് അടുത്ത യജമാനത്തിയുടെ സീറ്റിലേക്ക് ഞാൻ വരാൻ പോകുന്നു എന്ന ആഗ്രഹം നിന്റെ അകത്ത് വന്നതല്ലേ സാറയെ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായത്? അതുകൊണ്ടല്ലേ ഭവനത്തിനകത്ത് പ്രശ്നം വന്നത്? അതുകൊണ്ടല്ലേ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത്? ദൂതൻ പറയുന്നു, നീ മടങ്ങിപ്പോകണം, നീ സാറായ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം, നീ സാറായുടെ ദാസിയാണെന്ന ഓർമ്മ ദൂതൻ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ചകൾ സംഭവിക്കുമ്പോൾ, നന്മകൾ വരുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും നന്മ തന്നാലും തിന്മ തന്നാലും കഷ്ടത തന്നാലും വേദന തന്നാലും അതിന്റെ നടുവിലും എന്നെ നടത്തുന്ന ദൈവമുണ്ടെന്നുള്ള ചിന്ത നമ്മളെ വിട്ടുപോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ യേശുവിന്റെ ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. നമ്മുടെ ഭയഭക്തി എവിടെയാണ് ആയിരിക്കുന്നത്? ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും വരുമ്പോൾ, ഒരിക്കൽ ഞാനൊരു ബിസിനസ് സ്ഥാപനത്തിൽ കാഷ്യറായിട്ട് ജോലി ചെയ്യുമ്പോൾ 40 വർഷങ്ങൾക്ക് പുറകില് അന്നത്തെ മുതലാളിക്ക് ഒരു പുതിയ അംബാസഡർ കാറുണ്ട്. അവിടുത്തെ ഡ്രൈവർ ഒരു പഴയ കാറ് വാങ്ങി. അദ്ദേഹത്തിന്റെ ഡ്രൈവർ
ഒരു ദിവസം ആ പഴയ കാർ ഒരു പുതിയ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ച് അദ്ദേഹത്തിന്റെ ആ മുതലാളിയുടെ കാർ എന്തോ വർഷത്തിലായതുകൊണ്ട് ഈ ഡ്രൈവറുടെ പഴയ കാർ കൊണ്ടുവന്ന് കടയുടെ വണ്ടി ഇട്ടു. ആ മുതലാളി എന്നോട് പറഞ്ഞത്, ഒരു മനുഷ്യനാണ്, വിജയ, എന്റെ കാറിൽ ഒരു പുതിയ നമ്പർ പ്ലേറ്റ് വാങ്ങിക്കാൻ ഇവന് മനസ്സുണ്ടായില്ല. കമ്പനി നമ്പർ പ്ലേറ്റ് ആയിരിക്കുന്നു. പക്ഷെ അവൻ വാങ്ങിയ പഴയ കാറിൽ വില കൂടിയ നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ അവന് ഈ മനുഷ്യരുടെ എത്ര രൂപ ചോദിച്ചാലും കൊടുക്കാൻ മനസ്സിലാവും. കാശില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ ഡ്രൈവറായ സഹോദരൻ 2 നമ്പർ പ്ലേറ്റ് വാങ്ങേണ്ടതായിരുന്നു. ഒന്ന്, എന്റെ മുതലാളിക്ക് ഞാൻ ഓടിക്കുന്ന വാഹനത്തിനും എനിക്ക് എന്റെ സ്വന്തത്തിനും. എന്തോ ആ സഹോദരൻ അത് ചെയ്തില്ല. അന്ന് തന്നെ ഞാൻ ആ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് കാശ് വാങ്ങാതെ ഒരു നമ്പർ പ്ലേറ്റ് ഇതുപോലെ ചെയ്തു തുടങ്ങി. സാർ അത് വിറ്റിയതിന് ശേഷം കാണാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് എന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആ മനുഷ്യൻ അവന്റെ കാറിന് നന്ന മോടി കൂട്ടിയപ്പോൾ എന്റെ കാര്യം മറന്നുപോയി. ഇതാണ് ലോകം. അദ്ദേഹം എന്നോട് വ്യക്തിപരമായുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണെങ്കിലും അതിനകത്ത് ഭയങ്കര ഗൗരവമുണ്ട് അക്കാര്യത്തിൽ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പാളിച്ചകൾ വന്നുപോയില്ലേ? എവിടെയൊക്കെ കുറവുകൾ വന്നുപോയില്ലേ? വേദോത്സവം വായിക്കാതെ കിടന്നുറങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദൈവത്തിന് മുട്ടുമടക്കാൻ കഴിയാതെ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്പസമയം കിട്ടിയാൽ ലോകത്തിൻ്റെതായ ആഡംബരങ്ങൾ കാണുമ്പോൾ നമുക്ക് സമയമുണ്ട്. ഏത് പുസ്തകവും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? യേശുവപ്പൻ എന്റെ അടുത്ത കസേരയിൽ ഇരിക്കുന്നു എന്നൊരു ചിന്ത എന്നെ ഭരിക്കുമ്പോഴാണ് ആ ദൈവത്തെ ഭയപ്പെടുവാൻ എനിക്ക് കഴിയുന്നത്. ഒരിക്കലൊരു ചില വർഷങ്ങൾക്ക് പുറകിൽ ദൂരെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ പോയ ഒരു ദൈവഭയമുള്ള ഒരു മോള് MBBS അഡ്മിഷൻ കിട്ടി അകലെ പോയി. ഒരു ദിവസം തന്നെ പിതാവിനോട് ഫോണിൽ സംസാരിക്കുകയാണ്, പപ്പ, എന്റെ ഹോസ്റ്റലിലെ എല്ലാ കുഞ്ഞുങ്ങളും വാർഡൻ ഉൾപ്പെടെ സിനിമ കാണാൻ പോകുന്നു, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. എല്ലാ കുട്ടികളോടൊപ്പം പോകുവാൻ ആ കുട്ടികൾ സന്തോഷം തോന്നി. പപ്പ പറഞ്ഞു, വെക്ക മോളെ, കാശ് വേണമോ എന്ന് ചോദിച്ചു. പൈസ എന്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് അപ്പൻ ചോദിച്ചു, യേശു അപ്പം നിന്റെ കൂടെ വരുമോ? അപ്പോൾ ആ കുട്ടി ചിന്തിച്ചു, സിനിമ കാണുന്നിടത്ത് ആരില്ല, നീ വീട്ടിലാണെങ്കിലും ആരില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാണ്. ഈ വീട്ടിലകത്ത് സിനിമ കാണുന്നുവെങ്കിൽ എവിടെ യേശു അവിടെ ഇല്ല. ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല പപ്പ, ഞാൻ പോകുന്നില്ല, യേശു വരാത്ത സ്ഥലത്ത് എനിക്ക് പോകാം. എത്ര പേർക്ക് കാലം തീരുമാനമെടുക്കും. എന്താ അതിന്റെ അനിഷ്ടത മാറാത്തത്? എന്താ അതിന്റെ കഷ്ടത മാറാത്തത്? എന്താ അതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തത്? ദൈവത്തിന് കഴിയാത്തത് കൊണ്ടാണോ? യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. എന്താ എന്റെ കേൾക്കാത്തത്? യേശുവിന്റെ ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെങ്കിൽ. ഇവിടെ ആലോചിക്കുന്ന ഒരു മാതാവ് ഒരു ദിവസം എന്ന് പറഞ്ഞു, മാസ്റ്റർ, എന്റെ ഭർത്താവ് രാവിലെ ഉറക്കമഴിക്കുന്ന സമയം മുതൽ 10 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയ സിനിമ കാണുന്ന പ്രകൃതം മനുഷ്യനായി. വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വഴക്കുണ്ടാക്കിയാണ് TV ഓഫ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഈ കഴിഞ്ഞ 21 സുമമാസ പ്രാർത്ഥനയ്ക്ക് വന്നൊരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ടെലിവിഷൻ കാണുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് യോഗ്യമല്ല എന്ന് പ്രസംഗിച്ചു. അന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി സിനിമ കാണുന്നില്ല. ആ വചന മനുഷ്യനോട്
ഇടപെട്ടു. ഇവിടെ പ്രസംഗിക്കുന്ന വചനം എന്റെ എന്നോട് ഇടപെടാത്തത്? എനിക്കത് ഉൾക്കൊള്ളാൻ മനസ്സില്ല, എനിക്ക് പലതും വിടാൻ മനസ്സില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവശക്തനാണ്. ദൈവത്തിന്റെ ശക്തിക്ക് ഒരു കുറവും വന്നു പോയിട്ടില്ല. നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരുക്കമാണ്. കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് പാർട്ടിക്ക് പോയപ്പോ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കയ്യിൽ നിന്ന് കരയുമ്പോൾ അമ്മ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ആ കുഞ്ഞിന്റെ വായില് 1-2 എരിയില്ലാത്ത ഭക്ഷണം വെച്ചു കൊടുത്തു. മുമ്പിൽ ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് കുഞ്ഞിനെ അതിനകത്ത് നോക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞ്. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്തായി തീരും? നാം ജീവിതത്തിലെ തീരുമാനങ്ങളോടെ പ്രവർത്തിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ നടത്തുവാൻ ഇന്നലെ രാത്രി എത്ര മാതാപിതാക്കളാണ് ഇന്ന് പറയേണ്ടത് സൺഡേ സ്കൂൾ വചനം കാണാതെ പഠിച്ചുവെന്ന് ചിന്തിച്ചത്? എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം വിടുവിക്കുന്നില്ല? എന്റെ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിച്ചു വളരണമെന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കില്ല. എവിടെയൊക്കെ നമ്മൾ ഇനി മടങ്ങി വരണം? പരീക്ഷയുടെ തലേ ദിവസം ഉറക്കമുളച്ചിരുത്തി അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ. അങ്ങനെ പഠിപ്പിക്കേണ്ടത് നല്ലതാ, പഠിപ്പിക്കണം നിർബന്ധമായി. അതുപോലെ തന്നെ ദൈവവചനത്തോട് നമ്മുടെ മക്കളുടെ ബന്ധമെന്ന് തിരിച്ചറിയണം. എനിക്ക് 2 പെൺമക്കളെ ദൈവം തന്നു. ചോറ് കഴിക്കണമെങ്കിൽ വേദോത്സവം വായിച്ചു, 7 അധ്യായം വായിച്ചു എന്ന് പറയണം. അങ്ങനെയാണ് ബാല്യത്തിൽ വളർത്തിയത്. അതുകൊണ്ട് ഇന്നും അവരോട് പറയേണ്ട കാര്യമില്ല. ഭക്ഷണം വിളമ്പി വെച്ച ശേഷം വേദോത്സവം വായിപ്പിച്ചിട്ടുണ്ട്, അടിയും കൊടുത്ത്. അതുകൊണ്ട് അവർക്കറിയാം കള്ളം പറയാൻ പറ്റില്ലെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവ ഭയത്തിൽ വളർത്തണം. അത് ഞാൻ ആദ്യം നേരെയാകണം, പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ ശ്രമിക്കണം. മദ്യപിക്കുന്ന ഒരപ്പനും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മദ്യപിക്കെന്ന് പറയാൻ കഴിയില്ല. സിനിമ കാണുന്ന ഒരപ്പനും അതേ അമ്മയ്ക്കും മക്കളെ നിങ്ങൾ സിനിമ കാണുമെന്ന് പറയാൻ കഴിയില്ല. പുകവലിക്കുന്ന ഒരപ്പനും മക്കളെ പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. സഭായോഗം മുടക്കുന്ന ഒരപ്പനും മക്കളെ ഉപദേശിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. 5 വയസ്സുള്ള കുട്ടി തിരിച്ചു ചോദിക്കുന്ന കാലഘട്ടമാണിത്. നമ്മളൊക്കെ വളർന്ന കാലം 15-20 വയസ്സൊക്കെ ആയാലും അപ്പനോടോ അമ്മയോടോ പ്രതികരിക്കാൻ ഭയപ്പെട്ടിരുന്ന കാലമാണ്. ഇന്ന് പകൽ ഈ കാലഘട്ടം 3 വയസ്സുള്ള കുട്ടികൾ പോലും പ്രതികരിക്കും. ഒരിക്കൽ ഭവനത്തിനകത്ത് അമ്മ മൊബൈല് എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു. മകൻ ചെന്ന് അമ്മയുടെ മൊബൈല് പിടിച്ചു വാങ്ങിക്കാൻ പോകുമ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പൊ കാണണ്ട, അമ്മയ്ക്ക് കാണാമെങ്കിൽ എനിക്കും കാണാം. 3 വയസ്സുള്ള ആൺകുട്ടി പറഞ്ഞതാണ്. അതാണ് ലോകം. നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള ഭയം എവിടെ? കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവത്തെ ബഹുമാനത്തോടെ ഭയപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവാരെയും നിർബന്ധിക്കുന്നില്ല. അതുപോലെ ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നതേ ഉള്ളൂ. ആ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ കർത്താവ് അകത്ത് വരികയുള്ളൂ. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോഴും ദൈവത്തിന്റെ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കാൻ മനസ്സുള്ള മാറിയ വരുന്നത് വരെ യേശു പട്ടണത്തിനകത്ത് കാല് ചവിട്ടിയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ ഭവനത്തിനകത്ത് യേശു വരണമെങ്കിൽ നിന്റെ ഭവനം യേശുവിനെ കടന്നു വരുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായി. ഏത് സമയത്ത് യേശു വന്നാലും പുറത്തു നിൽക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്. നമ്മുടെ ഭവനത്തിനകത്ത് യേശുവിന് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ നമ്മൾ വഴി ഒരുക്കണം, അല്ലേ?
പാട്ടുകാരൻ പറയുന്നു, വഴി ഒരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഒരു ചരണം പാടാമോ? കഷ്ടങ്ങളിൽ തുണയായ കർത്താവ് എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. ആ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ പ്രാണവേദനയിലായി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. യേശു കർത്താവിന്റെ ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. യേശു കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീണു. അതിവേദനയോടെ യേശു പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയും യേശുവിന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമാണ്. നമ്മുടെ ഭവനത്തിനകത്ത് മുട്ടുമടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ മോൾ ഒരു ദിവസം പറഞ്ഞു, പണ്ടൊക്കെ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുട്ടുവീഴുന്നത് എല്ലാവരും പ്രാർത്ഥിക്കും. ഇപ്പൊ അങ്ങനെ കാണുന്നു. ഇപ്പൊ സാഹചര്യങ്ങൾ വർദ്ധിച്ചു. ബലഹീനതയുള്ളവരുണ്ട്, അവരെ കുറിച്ചല്ല. കഴിയുന്നവരെല്ലാം നിങ്ങളുടെ ഭവനത്തിനകത്ത് മുട്ടുമുടക്കി ശീലിക്കണം. അപ്പോഴാണ് ആലയത്തിൽ വന്നാലും മുട്ടുമേടിക്കാൻ കഴിയും. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേതല് യേശു കർത്താവ് ഉറച്ച നിലവിളിയോട് അതേ ശരീരത്തിന്റെ വിയർപ്പ് രക്തമായി തീരത്തക്കവണ്ണം അത്രമാത്രം കഠിന വേദനയോടെ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കഠിന വേദനയോടെ പ്രാർത്ഥിക്കുമ്പോ നീ ഒറ്റക്കല്ല. 43-ാം വാക്യം ഒന്ന് വായിക്കാം. അവനെ ശക്തിപ്പെടുത്തുവാൻ, യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇന്ന് പകൽ നീ വേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിന്നെ തളർത്തി കളയാതെ നിന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ അത് മുഖത്തെ വിയർപ്പ് രക്തമാക്കി കഠിന വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു തളർന്നു പോകാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനോടെ പ്രത്യക്ഷനായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, നാം തളർന്നു പോകാതിരിക്കുവാൻ എന്റെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരണം. അല്ലേ? അപ്പോസ്തലരുടെ 10-ാം അധ്യായം കൊർന്നേലിയോസിന്റെ പ്രാർത്ഥനയിൽ പകൽ 9-ാം മണി നേരത്ത് ദൈവത്തിന്റെ ദൂതൻ തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുന്നത്
കൊർന്നല്യോസ് വ്യക്തമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് വിളിക്കുന്ന ശബ്ദം സ്പഷ്ടമായി കേട്ടു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ ദൈവ ശബ്ദം സ്പഷ്ടമായി കേൾക്കുക, ആ കർത്താവിനെ വ്യക്തമായി കാണുവാൻ, അതാണ് പ്രാർത്ഥനയുടെ പൂർത്തീകരണം. യേശു കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. തന്നോടൊപ്പം വിശ്വസ്തരായി നിൽക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു സ്ഥലത്തിരുത്തി ഒരു കല്ലേറ് ദൂരം മാത്രം മുമ്പിലേക്ക് ചെന്ന് യേശു അതിവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പോലും അവർക്ക് യേശുവിന് വേണ്ടി ഉണരാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അതല്ലേ അവസ്ഥ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്, നമ്മളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ആ വീട്ടിന്റെ പ്രതിസന്ധി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ശരീരത്തിന് ക്ഷീണമോ മയക്കമോ ഉറക്കമോ ഒക്കെ വന്നേക്കാം. സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറിപ്പോകും. അത് കാണിക്കുന്നത് ആ വീട്ടിൽ അത്രയും പ്രശ്നമുണ്ടെന്നാണ്. അവിടെ നിന്ന് ഉറങ്ങിയഴിച്ച് വരാനല്ല, പിന്നെയോ അതിനെ തകർക്കുവാൻ. അങ്ങനെ ഒരു പക്ഷെ നീ മയങ്ങിയാൽ ആ വീട്ടിലെ പ്രതികൂലത്തെ വെളിപ്പാട് ദൈവം നിനക്ക് തരും. സെക്കൻഡുകൾക്കുള്ള ഉള്ളിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടു. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവം പൈതല്, യേശു തന്റെ ഐഹികാലത്ത് ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു. തന്റെ ഭയഭക്തി നിമിത്തം തനിക്ക് മറുപടി ലഭിച്ചു. താൻ കണ്ണുനീരോട് വിയർപ്പ് രക്തമാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ താൻ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ തന്നെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പങ്കാളികളെ, ഇവിടെ വന്ന് 3-4 മണിക്കൂർ ആഴ്ചയിൽ 1-2 ദിവസം ഇവിടെ വന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങളെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൂതൻ ഇറക്കുന്ന സാഹചര്യങ്ങളുണ്ട്. 1 മണിക്കൂറേ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞുള്ളൂ, അത് മതി. അത് ദൈവം കുറിച്ചു വയ്ക്കും. നിന്റെ വ്യക്തിപരമായ വിഷയവുമായി, നിന്റെ തലമുറയുടെ വിഷയവുമായി ദൈവശ്രീ മുട്ടുകിടക്കുമ്പോഴുണ്ടല്ലോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മണിക്കൂറുകൾ ദൈവം എഴുതി വെച്ച് നിനക്ക് പ്രതിഫലം തരും. ഒന്ന് ഞരങ്ങിയാ മതി, നീ പ്രാർത്ഥിക്കണ്ട. ദൈവശ്രീ വന്ന് നിലവിളിക്കുന്ന ദൈവമക്കളെ, ഹന്നയുടെ ഞരക്കം പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി നൽകി. യേശു കർത്താവിന്റെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ പ്രാണനെ വിടുമ്പോൾ 27-ാം അധ്യായം 46-ാമത് വാക്യം ഒന്ന് വായിക്കാം. 6-ാം മണി നേരം മുതൽ ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം? അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയും യേശുവിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. വായിക്കാം. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് കുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവൻ കുടിപ്പാൻ കൊടുത്തു. യേശുവിനെ പരിഹസിക്കുന്നതിന്റെ പൂർണ്ണ രൂപമാണ് അവിടെ കാണുന്നത്. യേശുവിനെ പരിഹസിച്ച ലോകമാണ് നമ്മയും അവൻ പരിഹസിക്കാതെ വിടുകയില്ല. വായിക്കാം അവിടുത്തെ ഭാഗം. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ
കിടന്ന ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. യേശു കർത്താവ് ഗെത്സമനിയിൽ അതിവേദനയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ഇത്രയും കാര്യങ്ങളുടെ നടക്കണം. യേശു കർത്താവിന്റെ മരണം കാണാതെ പ്രപഞ്ചം നട്ടുച്ചയ്ക്ക് കൂരിരുട്ടുണ്ടായി. പ്രപഞ്ചത്തിന്റെ പോലും കണ്ണുകൾ അടച്ചു. സൂര്യനും ചന്ദ്രനും പോലും യേശുവിന്റെ വേദന കാണാൻ കഴിയാതെ കണ്ണടച്ചു കളഞ്ഞ അത്രമാത്രം സകല മാനവരാശിയുടെയും പാവങ്ങളെ വഹിച്ച് യേശു കാൽവരിയിൽ ക്രൂശിൽ യാഗമാകുമ്പോൾ യേശുവിന് ഇതുപോലെ പ്രാർത്ഥിക്കണമായിരുന്നു. എന്നിട്ടും കർത്താവ് പറയുന്നു, എന്റെ ഇഷ്ടം പോലെ വേണ്ട, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. നമുക്ക് നിറവേറ്റും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി യേശു കർത്താവിന്റെ മരണത്തിൽ യേശുവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ വിളിച്ചു പറഞ്ഞു, വാസ്തവമായി നീതിമാനായി. യേശു കർത്താവിനെ കുറിച്ച് ദൈവത്തെ അറിയാത്ത, യേശുവിനെ ഉപദ്രവിച്ച ശതാധിപൻ പറയുന്നു, ഇവൻ വാസ്തവമായി നീതിമാനായി. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർന്നു. യേശു കർത്താവ് മുഖത്തെ വിയർപ്പ് രക്തമായി തീരത്തക്കവണ്ണം കഠിനമാകുന്ന വേദനയോടെ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് എന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഭയം എവിടെയോ നഷ്ടപ്പെട്ടു പോയോ? എന്റെ ദൈവം പറയുന്നു, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഞാൻ വാളിന് മൂർച്ച കൂട്ടുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ ഞാൻ എന്റെ വാളിന് മൂർച്ച കൂട്ടും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിനയപ്പെടാമോ? പ്രാഗൽഭ്യമായ ഒന്നും പറയാനില്ല. നമ്മുടെ അറിവുകളെല്ലാം നമുക്ക് വിട്ടുകളയാം. നമ്മുടെ കഴിവുകളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ പ്രാഗൽഭ്യമെല്ലാം മാറ്റിവെച്ച് ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു യാഗവസ്തുവിനെ പോലെ എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക, കർത്താവ് നമ്മെ ശക്തീകരിക്കുക, കർത്താവ് നമ്മെ ബലപ്പെടുത്തുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കുക. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുക. അസാധ്യമെന്ന് തോന്നുമ്പോ, നീ വേദനയോടെ നിലവിളിക്കുമ്പോ, നീ തളർന്നു പോകാതിരിക്കുക. സ്വർഗത്തിലെ ദൂതനെ നിന്റെ അടുക്കൽ അയക്കുന്നു. സേവകാത്മാക്കളായ ദൂതന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ നിന്നെ ഉണർത്തുക. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? സകലതും മറന്ന്, ഇന്ന് അനുഭവിക്കുന്ന നിന്ന മറന്ന്, ഇന്ന് അനുഭവിക്കുന്ന വേദന മറന്ന്, ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കം മറന്ന്, സകലതും മറന്ന് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർ കഴിയും? അവർക്ക് അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരാഴ്ച വട്ടം സ്വർഗത്തിന് ദൈവം നമ്മെ ജയത്തോടെ നടത്തി. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാഹനയാത്രകളിൽ കൂടെയിരുന്നു, ഉപജനമാർഗത്തിന്റെ മേഖലകളിൽ കൂടെയിരുന്നു, ബിസിനസ് മേഖലകളിൽ കൂടെയിരുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയും? ഹൃദയം തുറക്കപ്പെടാം, ആദരം തുറക്കാം. ആ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ തലമുറയുടെ വിഷയങ്ങൾ, സഭയുടെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള കാര്യം ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ദൈവം നമ്മെ അതിശയകരമായി ഇതുവരെ നടത്തിയെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ പാടിയ ആഴിയിൽ അതേ സ്തോത്രം വഴിയൊരുക്കുന്നവൻ,
സമുദ്രത്തിന്റെ നടുവിൽ നിന്ന് അത് ഉണങ്ങിയ നിലമൊരുക്കുന്നവൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് അതിനെ തുറക്ക. പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. അതിനെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും പേർ പ്രാർത്ഥിച്ചത് ഈ ശബ്ദമല്ല, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ഓ ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ഐക്യകാലത്ത് ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു. തന്റെ ഭയഭക്തി നിമിത്തം ഓ സ്തോത്രം ഹല്ലേലൂയ. തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഓ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തുക മാത്രമല്ല, യേശു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകൾ നനയുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം ഉടയുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സ് തകരുന്നുവെങ്കിൽ, തകർന്നതിനെ പണിയുവാൻ കഴിയുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ഓ നിനക്ക് അധികം പ്രയാസമുള്ളത് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അവൻ നിന്നെ നടത്തുവാൻ ശക്തനാ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിഷയത്തെ ഏൽപ്പിച്ചാൽ നിന്റെ ബലഹീനതയിൽ ഓ ശക്തി തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ആരുടെ മേലൊക്കെയോ ദൈവം പകരുകയാ. ഓ ചിലരുടെ മേൽ ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകരുകയാ. നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം, ആ ദൈവദൂതന്റെ സ്പർശനം, ഓ ഹല്ലേലൂയ, നിന്റെ ഉദരത്തിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഓ യെസ് യെസ് ഓ രോഗബന്ധനത്തെ അഴിക്കുന്ന, ഭാരത്തെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന ആ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചലിച്ചു തുടങ്ങിയിരിക്കുക. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ശക്തിയോടെ ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ. പരിശുദ്ധനായ ആ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ. ശക്തിയോടെ വ്യാപരിക്കട്ടെ. ആ ദൈവമഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ. Thank you.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതുപോലെ ഭയത്തോടും വിറയലോടും ഈ കർത്താവിനെ സേവിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു പുതിയ ബലത്തോടെ മടങ്ങട്ടെ, പുത്തൻ ശക്തിയോടെ മടങ്ങട്ടെ, പുത്തൻ അഭിഷേകത്തോടെ മടങ്ങട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിക്കും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടും പ്രിയപ്പെട്ടവരുടെ മടക്കയാത്രയോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സമാധാനത്തോടെ പോകാം. ദൈവം നമ്മെ